ഹർഷത് മേത്ത സ്കാമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് റിഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂല കാരണം. ഇസബി വരുന്നതിനും ഹൈലി റെഗുലേറ്റഡ് മാർക്കറ്റായിട്ട് വരുന്നതും ഈ ബ്രോക്കേഴ്സിന് എല്ലാത്തിനും ഒരു നല്ലൊരു ടേണിംഗ് പോയിന്റ് ഫോർ എക്സ്പാൻഷൻ വന്നതൊക്കെ അതിന്റെ കാരണത്തിനാണ്. ഇന്ത്യൻ എക്കണോമി ഒരു ന്യൂ ഹൈറ്റിൽ $30 trillion എക്കണോമിയിലോട്ടുള്ള ഒരു കുതിപ്പാണ് നിൽക്കുന്നത്. അമേരിക്കയിലേക്കുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഹെവിലി ആയിട്ട്. ഒരു ഇൻവെസ്റ്റർക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താ? പേഷ്യൻസ്. ഉണ്ടാവാൻ പാടില്ലാത്തൊരു സ്വഭാവം സെന്റിമെന്റ്സ്. 1984 മുതൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് സജീവമായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വളർച്ചയും തളർച്ചയും കണ്ട് തന്റെ ഇൻവെസ്റ്റ്മെന്റ് കരിയർ അതിനോടൊപ്പം തന്നെ സംഭവബഹുലമായി തീർന്ന ഒരു വ്യക്തി. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1992 ഹർഷത് മേത്ത സ്കാം നടക്കുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ വളരെ നഷ്ടത്തിലേക്ക് പോവുകയും, എന്നാൽ അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടായിരുന്നു, ഞാൻ ഈ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ലോങ് ടൈമിലേക്കാണ്. മറ്റു നിക്ഷേപകരെ പോലെ ഈ നിക്ഷേപങ്ങൾ ഒന്നും തന്നെ വിറ്റഴിക്കാതെ അദ്ദേഹം തുടർച്ചയായി ഒരു 15 വർഷത്തോളം ഈ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്ത് അന്നുണ്ടായിരുന്ന നഷ്ടത്തേക്കാൾ 10 മടങ്ങ് നേട്ടത്തിൽ വിൽക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. മാധവൻ ബി നായർ, അദ്ദേഹത്തിന്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ നേട്ടങ്ങളും നഷ്ടങ്ങളും അടങ്ങിയ അനുഭവങ്ങൾ നമുക്ക് ചോദിക്കാം. സർ നമസ്കാരം. നമസ്കാരം. 1984 സാർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിഞ്ഞതും എന്തായിരുന്നു സാറിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവോൾവ് ആവാനുള്ള ഒരു ധൈര്യം പകർന്നിരുന്നത്? ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ പഠനവും എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് സെറ്റിൽമെന്റിന് വേണ്ടി വന്നപ്പോഴത്തേക്ക് ആ സമയത്ത് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെമ്പർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ ഇഷ്ടമൊക്കെ അനുസരിച്ച് എനിക്ക് വളരെ എൻകറേജിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനായിട്ട് തോന്നി. അതിന് പ്രൊഫഷണൽ കോട്ടയിൽ അപ്ലൈ ചെയ്യും. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റും മീറ്റ് ചെയ്യപ്പോഴത്തേക്ക് എന്നെ അവർ ഇൻവൈറ്റ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് അതിന് വരുന്നത്. അതൊരു വലിയ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് കണക്കാക്കി. ആ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസും അതിനുള്ള ഫ്യൂച്ചർ പ്രോസ്പെക്ട്സും ഒക്കെ വെച്ച് അന്നത്തെ സമയത്ത് എല്ലാവർക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡായിരുന്നു. വളരെ റെസ്പെക്റ്റ്ഫുള്ളും വളരെ ഏണിംഗ് കപ്പാസിറ്റിയും ഉള്ള ഒരു പ്രൊഫഷനായിട്ട് കൺസിഡർ ആണ് അതിലോട്ട് വരാനുള്ള മുഖ്യ കാരണം. പക്ഷെ ഇന്ന് പോലും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഗാംബ്ലിംഗ് എന്നുള്ള ചിന്താഗതി ഉള്ളത്. അപ്പൊ അന്ന് ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് പറഞ്ഞതുമാതിരി ഗാംബ്ലിംഗ് എന്നുള്ള ഒരു സെക്കൻഡ് നോം ഉണ്ട്. എന്നാലും അതിൽ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മുന്തി നിന്നത്. അപ്പം അതിൽ ഈ റിസ്ക് ഉള്ള ഈ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും അതിന് മുൻഗണന വന്നത് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിട്ടാണ്. ഇതൊരു ചൂതാട്ടം എന്നുള്ളതാണ് സാധാരണപ്പെട്ട ആളുകൾ അന്ന് പറഞ്ഞിരുന്നത്. അതിൽ ഒരുപാട് പാളിച്ചകളും പൈസകളൊക്കെ പോയ സമയത്ത് ചൂതാട്ടം എന്നുള്ളത് ഫാമിലി ടൈപ്പിലായിരുന്നാലും മറ്റുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നാലും ആ ഒരു ശ്രുതി ഉണ്ടായിരുന്നു. അത് സയന്റിഫിക്കലായിട്ട് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇതാണെന്നുള്ളത് സ്ലോലിയാണ് അറിഞ്ഞു വന്നെങ്കിലും പഠിത്തവും നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ അന്നും നല്ല ഫെറ കമ്പനീസ് പോലെ നല്ല സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു പതിവ് തന്നെയായിരുന്നു. ഒരു ഹൈ എൻഡ് മാർക്കറ്റിലുള്ളായിരുന്നു. സാധാരണപ്പെട്ട ആളുകൾ ഒട്ടും ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെ സാധാരണപ്പെട്ട ആളുകൾ വന്നു തുടങ്ങിയപ്പോഴാണ് റിസ്ക് കൂടുതൽ ഒരേ മാർക്കറ്റ് കൂടാനും തുടങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അന്ന് പക്ഷേ ടെക്നോളജി ഇത്രയധികം വളർന്നിട്ടുണ്ടായിരുന്നില്ല. ഫിസിക്കൽ ഷെയറും സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു നല്ല ഷെയർ അല്ലെങ്കിൽ നല്ല സ്റ്റോക്ക് എങ്ങനെയായിരുന്നു ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുക? എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ബൈയിങ് സെല്ലും ചെയ്യുന്നത് പല രീതിയിലും പല സ്കിൽ സെറ്റിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫണ്ടമെന്റലും ടെക്നിക്കലും എന്നുള്ളത് ഇരിക്കെ മെജോറിറ്റി ഉള്ള ആളുകളും പിയർ പ്രഷറിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ബോസോ കൂടെ ഉള്ളവരോ വാങ്ങുന്നതും വിൽക്കുന്നതും ഉള്ള ഒരു ബ്ലൈൻഡ് ഫോളോയിങ് ടെക്നിക്കായിരുന്നു അന്നൊക്കെ. സയന്റിഫിക്കലായിട്ട് ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. മാത്രമല്ല ഒരു അൺഓർഗനൈസ്ഡ് സെക്ടർ ആയിരുന്നു ആ സമയത്ത്. റിസ്ക് ഫോർ ദ ബ്രോക്കേഴ്സും
ഒക്കെ വളരെ ഹൈ ആയിരുന്നു. മാത്രമല്ല ഇന്നത്തെ മാതിരി ഷെയർ ഈ ഡിമാറ്റ് അക്കൗണ്ടോ അങ്ങനെയുള്ള സംവിധാനങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അതിന് ഫിസിക്കൽ ഔട്ട്ക്രൈ മാർക്കറ്റിൽ കൂടെ വിൽക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. റിസ്ക് എപ്പോഴും ബ്രോക്കേഴ്സിനും മാത്രമല്ല പബ്ലിക്കിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് റിസ്ക് കോമ്പണൻസ് അസോസിയേറ്റഡ് ഉണ്ടായിരുന്നു. ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ഒരു 90% റിസ്ക്കും ഇൻവോൾവ് ഉണ്ടായിരുന്നു. അതിൽ ഞാനും അതിൻ്റെ ഒരു വ്യക്തിമാണ്. അപ്പം അതൊരു വലിയ കഥയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ അന്ന് അത്രയധികം ടെക്നോളജിയുടെ അഭാവം നമുക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഈ ഫണ്ടമെന്റൽസ് മാത്രം നോക്കിയിട്ടാണോ നമ്മൾ ശരിക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നല്ലൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം? അതെ, അന്ന് ആ സമയത്തൊക്കെ ഈ ഫെറ കമ്പനീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ഫെറ കമ്പനീസ് ഫോറിൻ ഇക്വിറ്റി പാർട്ടിസിപ്പേഷനുള്ള കമ്പനീസും അല്ലാതുള്ള ദേശീയ കമ്പനീസും. അത് ഇന്ന് പറയുന്ന പോലെ തന്നെ ഈ ഫെറ കമ്പനീസ് ബൈ ഡിഫോൾട്ട് നല്ല ഫണ്ടമെന്റലി ഉള്ള കമ്പനികളാണ്. ഫണ്ടമെന്റലുള്ള കമ്പനീസ് തന്നെയാണ് അന്നും ഇന്നും ആളുകൾ പ്രിഫർ ചെയ്യുന്നതും നോക്കുന്നതും ഇൻവെസ്റ്റേഴ്സ് വരുന്നത്. ഇന്ന് ഒരുപാട് ടൂൾസ് അതിലേക്ക് വേണ്ടി ഉള്ള എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹർഷത് മേത്ത സ്കാം നടക്കുന്ന സമയത്തൊക്കെ സാർ മാർക്കറ്റിൽ നല്ല ആക്റ്റീവ് ഇൻവെസ്റ്റർ ആയിരുന്നു ശരിക്കും. അത് സാറിനെ ഏത് രീതിയിലാണ് അഫക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഹർഷത് മേത്ത സ്കാം ആണ് ആക്ച്വലി ഈ സ്റ്റോക്ക് മാർക്കറ്റ് റിഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂല കാരണം. ഇസബി വരുന്നതിനും ഈ ഹൈലി റെഗുലേറ്റഡ് മാർക്കറ്റായിട്ട് വരുന്നതും ഈ ബ്രോക്കേഴ്സിന് എല്ലാത്തിനും ഒരു നല്ലൊരു ടേണിംഗ് പോയിന്റ് ഫോർ എക്സ്പാൻഷൻ വന്നതൊക്കെ അതിൻ്റെ കാരണത്തിനാണ്. അന്ന് ഈ ഹർഷത് മേത്തയുടെ പ്രോബ്ലം കൊണ്ട് ഒരുപാട് ബ്രോക്കേഴ്സ്, ഒരു ആൾമോസ്റ്റ് ഒരു 60% ബ്രോക്കേഴ്സും ഹെവിലി ഫൈനാൻഷ്യൽ ലോസ് അനുഭവിച്ചവരാണ്. അത് അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. ലെസ് ഓഫ് ഷെയർസ് അല്ല വളരെ ചുരുക്കം ഷെയർസിനെ ഒരുപാട് മണി ഇൻഫ്ലേറ്റ് ചെയ്ത് വന്ന് എങ്ങനെ ചേസ് ചെയ്തു ആർട്ടിഫിഷ്യലി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് ഷെയർ പ്രൈസ് ഹൈക്കായി. അതാണ് ഒരു കാരണം. അത് ഉള്ളത് കൊണ്ട് മാർക്കറ്റ് സഡനായിട്ട് ക്രാഷ് ചെയ്യുകയും ഇല്ലാത്ത പൈസ ഉണ്ടെന്ന് ആർട്ടിഫിഷ്യലി വരികയും എല്ലാ ബ്രോക്കേഴ്സിനും ഉള്ള പോർട്ട്ഫോളിയോയുടെ ഡെലിവറി എടുക്കാൻ ഉള്ള സാധിക്കാതെ വരികയും ഒരുപാട് ഡിഫോൾട്ട് വരികയും പേയ്മെന്റ് ഡിഫോൾട്ട് വരികയും ദെയർബൈ അൾട്ടിമേറ്റ് ആയിട്ട് ബ്രോക്കേഴ്സിനായിരുന്നു ആ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വന്നത്, ഈവൻ ക്ലയൻസിന്റെ ഡിഫോൾട്ടുകളെല്ലാം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കോടിക്കണക്കിന് രൂപ ഓരോരോ ബ്രോക്കേഴ്സിനും ലൂസ് ആയിട്ടുണ്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതൊരു വളരെ ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. എനിക്ക് തന്നെ അത് പേഴ്സണലി അത് ഒരുപാട് ലോസ് ഉണ്ടായിരുന്നു. ദാറ്റ്സ് എ ഹ്യൂജ് ബിഗ് എക്സ്പീരിയൻസ് ഫോർ മീ. എനിക്ക് അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ആദ്യം സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു സാറിന് ആ സമയത്ത് ഏകദേശം 1 കോടി രൂപയോളം രൂപ അന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മാർക്കറ്റില്. അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് ആയതുകൊണ്ട് ഒരുപാട് ക്ലയൻസ് ഡിഫോൾട്ട് ആവുകയും കോൺട്രാക്ട് ഹോണർ ചെയ്യുകയും പ്രൈസ് പിന്നെ വിറ്റവരൊക്കെ ഷെയർസ് ഒരുപാട് കൂടുകയും ഒരു പ്രതീക്ഷിക്കാത്ത എല്ലാ കാര്യങ്ങളും അവിടെ സംഭവിച്ചു. നെറ്റ് റിസൾട്ട് ബ്രോക്കേഴ്സ് ബ്രോക്കായി പോയി എന്ന് തന്നെ പറയാം. അത് അപ്പൊ ആ ക്രൈസിസ് എങ്ങനെയാ ആ സമയത്ത് സാറ് തരണം ചെയ്തത്? ഞാന് പേഴ്സണലി ആ സമയത്ത് എല്ലാ ലയബിലിറ്റീസും എല്ലാ പേ ഔട്ട് അന്നെന്ത് പറയണ പേ ഔട്ട് എന്നാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊടുക്കേണ്ട പേ ഔട്ടുകളെല്ലാം പേഴ്സണലായിട്ട് മണി റേസ് ചെയ്ത് അതൊക്കെ ഹോണർ ചെയ്തിട്ട് ഫിസിക്കലായിട്ട് എല്ലാ ഷെയറുകളും അന്ന് എടുത്തു അന്ന് ആ സമയത്ത് ഫാമിലിയുടെ പ്രഷറും പേഴ്സണലായിട്ടുള്ള ചലഞ്ചസും ഒക്കെ വന്ന് ഈ ഫീൽഡിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം വേറെ ഫീൽഡിലോട്ട് പോയി, എഡ്യൂക്കേഷണൽ ഫീൽഡിലോട്ട് പോയി. അതാണ് ടു റിക്കുപ്പറേറ്റ് അല്ലെങ്കിൽ അതിനെ ഒന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയവും ക്യൂറിങ് ടൈമും ഒക്കെ
പ്രതീക്ഷിച്ചുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് സാറിന്റെ കയ്യിലുണ്ടെന്ന സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ അതോ അതും വിറ്റ് മാറിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. അന്ന് എല്ലാ ഷെയർസും ലോക്കറിൽ കൊണ്ട് വെക്കുകയായിരുന്നു. എല്ലാ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള അസറ്റൊക്കെ ലിക്വിഡേറ്റ് ചെയ്തത് ഈ സ്റ്റോക്ക് പേ ഔട്ട് ഹോണർ ചെയ്ത് അങ്ങനെ ഹോൾഡ് ചെയ്യായിരുന്നു. പിന്നീട് ഒരു 15 വർഷം കഴിഞ്ഞാണ് ആ സ്റ്റോക്ക് തന്നെ പിന്നെ ലോക്കറിൽ പോയിട്ട് പിന്നെ എടുത്തത് തന്നെ. പക്ഷെ ആ സമയത്തേക്ക് ആ നഷ്ടപ്പെട്ടതിന് ഇരട്ടിയായിട്ട് മാർക്കറ്റ് തിരിച്ചു വന്നിട്ടും ഉണ്ടായിരുന്നു. അതെ. വന്ന് നോക്കിയപ്പോഴത്തേക്ക് പകുതി കൂടുതൽ ഷെയറുകളും പേപ്പർ വാല്യൂ ആയിരുന്നു. പകുതി ഉള്ള ഷെയർസുകൾ വളരെ നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യും, അതിന് നല്ല റിട്ടേൺ കിട്ടുകയും അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിരുന്നു. നമ്മൾ ആദ്യം സംസാരിച്ചുകൊണ്ട സമയത്ത് സാറ് തന്നെ പറഞ്ഞു, ഞാൻ ചില സമയത്ത് ആ സമയത്ത് മാർക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ അത്രയും നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ആ മാർക്കറ്റിൽ മാറി നിന്നുകൊണ്ടാണ് ഒരു പക്ഷെ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു നേട്ടം ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അതെ, അത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു നല്ല ഗെയിൻസ് റിയലൈസ് ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രാറ്റജി എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് പറഞ്ഞാലും ആ ഷെയറുകളെല്ലാം ഞാൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പകുതിക്ക് മുമ്പേ വിറ്റേനെ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം പിന്നീട് 15 വർഷത്തിന് ശേഷമാണ് വീണ്ടും മാർക്കറ്റിലേക്ക്. അതെ. ഞാൻ അതിനുശേഷം US പോയി എൻ്റെ ഫീൽഡ് തുടങ്ങായിരുന്നു. പിന്നീട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരു 15 വർഷം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ മാർക്കറ്റൊക്കെ റെഗുലേറ്റ് ആയി സ്റ്റെബിലൈസ് ചെയ്തു. സെബി വന്നു, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ഇരിക്കുന്ന ഷെയറുകൾ ഡിമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലോ പ്രോസസ്സിൽ വന്നു. ഒരു പ്രാവശ്യം വരുന്ന അവധിക്ക് എടുത്തെല്ലാം നോക്കി. അപ്പോഴാണ് ഞാൻ സ്റ്റോക്ക് റിവാലുവേഷൻ എല്ലാം നടത്തി. പക്ഷെ സാർ തിരിച്ചു വരുന്ന സമയം ആയപ്പോഴത്തേക്കും അപ്പൊ ആദ്യം ഇവിടുന്ന് പോകുന്ന സമയത്ത് ആ ടെക്നോളജി ഇത്രയും വളർന്നിട്ടില്ല, ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് സാർ തിരിച്ചു വരുമ്പോഴത്തേക്കും മൊത്തത്തിലുള്ള ഒരു വലിയ കാര്യമായിട്ടുള്ള മാറ്റം തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ സാറിന് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല. ഇതിന് എനിക്ക് ഉള്ള ഒരു ചലഞ്ച്, കുറെ ഷെയർസ് ഡിമാറ്റ് ചെയ്യാൻ ഒത്തിട്ടില്ല. അത് പല റീസൺസും ഉണ്ട്. അതൊരു ടൈം ടേക്കൺ പ്രോസസ്സാണ്. അതിനുള്ള പ്രൊസീജിയറൊക്കെ ചെയ്ത് എടുക്കണം. ആ ഒരു ചലഞ്ച് ഇപ്പോഴും എനിക്ക് അതുള്ളൂ. അല്ലെങ്കിൽ US മാർക്കറ്റിനെക്കാട്ടിലും ഒരുപാട് എഫിഷ്യൻ്റ് ആയിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാറിക്കഴിഞ്ഞിരിക്കണമെന്ന് എനിക്ക് വളരെ സംതൃപ്തിയുണ്ട്. സാറിന്റെ അഭിപ്രായത്തില് സാറിന്റെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് ഇന്ത്യൻ മാർക്കറ്റിലാണോ US മാർക്കറ്റിലാണോ? രണ്ടിടത്തും ഉണ്ട്, ഈക്വലി ഉണ്ട്. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. മാർക്കറ്റ് അല്ല ഏറ്റവും ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുന്ന സമയമാണ്, പീക്കിലെത്തിക്കുന്ന സമയമാണ്. ഇല്ല, ഇതൊരു തുടക്കമാണെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, ഇന്ത്യൻ എക്കണോമി ഒരു ന്യൂ ഹൈറ്റില് $30 ട്രില്യൺ എക്കണോമിയിലോട്ടുള്ള ഒരു കുതിപ്പാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു അവിഭാജ്യ ഘടകമാണ് ഈ ഗ്രോത്തിൽ. അത് തുടക്കമാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മാത്രമല്ല, അമേരിക്കയിലൊക്കെ ഉള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഹെവിലി ആയിട്ട്. സാർ ഈ രണ്ട് ജേണിയും കണ്ടതാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ തുടക്കകാലം മുതൽ ഇപ്പോഴും മാർക്കറ്റ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഈ മാർക്കറ്റിലേക്ക് വരുന്നവരോട് സാർ ഈ മാർക്കറ്റിനെ ഏത് രീതിയിൽ കാണണമെന്നാണ് സാറിന് പറയാനുള്ളത്? സ്റ്റോക്ക് മാർക്കറ്റ് ഇനി ഒരു പേടി സ്വപ്നമേ അല്ല. വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യണം. അതൊരു ഇൻഫ്ലേഷൻ ഹെഡ്ജിങ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ അത് റൈറ്റ് അഡ്വൈസും റൈറ്റ് അപ്രൈസലും റൈറ്റ് ട്രെയിനിങ്ങും കൂടെ എടുത്തതിന് ശേഷം ചെയ്താലേ നമ്മളെ റിസ്ക് വളരെ മിനിമൈസ് ചെയ്യാം എന്നുള്ളതിന് തർക്കമില്ലാത്ത ഒരു സംഗതിയാണ്. സാറിന് ഏറ്റവും കൂടുതൽ ലാഭം തന്ന സാറിന്റെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ കൂടുതലും വരുന്നത് ഓപ്ഷൻസിലേക്കൊക്കെയാണ്. അപ്പൊ അവരോട് സാറിന് എന്താ പറയാനുള്ളത്? ഓപ്ഷൻസിലേക്ക് നോക്കുന്നതാണോ നല്ലത്, അതോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഇപ്പോഴും നല്ലത്? ഓപ്ഷൻസ്
തുടക്കക്കാർക്ക് പറ്റിയ കാര്യമല്ല ഒരിക്കലും. ഓപ്ഷൻസ് ഈ സാധാരണ ഇരുന്നിട്ട് എണ്ണിക്കാവെന്ന് പറഞ്ഞ മാതിരി ആദ്യം പിന്നെ ഈ സ്റ്റോക്കിൽ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഫേസിലേ ഉള്ളൂ ഈ ഓപ്ഷൻസിലോട്ട് നോക്കണം, കാര്യങ്ങളും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ട്രേഡിങ്. അതുപോലെ ഈ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കയ്യിൽ ഒരു 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം രൂപ ഉണ്ട്, എനിക്കത് 2 വർഷത്തേക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ശരിക്കും മാർക്കറ്റിലേക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവര് മിനിമം എത്ര വർഷത്തേക്കെങ്കിലും ആയിരിക്കണം ആ നിക്ഷേപം കരുതേണ്ടത്? 2-3 വർഷം എന്നൊരു ലോങ് ടേമേ അല്ല. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഒരു 10 വർഷമെങ്കിലും അതിൻ്റെ ഒരു ഡ്യൂറേഷൻ വേണം. മറ്റെല്ലാം ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നത്തെ കാലത്ത് 10 വർഷം കാത്തിരിക്കാനുള്ള ക്ഷമയും ആർക്കും ഇല്ല. ഷോർട്ട് ടേം 1 to 5 years, 5 to 10 മിഡ് ടേം. പിന്നെ ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ട് എപ്പോ വേണോ അത് മാറാം. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റ് പിന്നെ പ്രെഡിക്റ്റബിളും സെറ്റിലും ആക്കണമെന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ്. ഒബ്ജക്റ്റീവ്സും റിസ്ക് പ്രൊഫൈലും ഒക്കെ മനസ്സിലാക്കി എങ്ങനെ ഏത് ടൈം ഫ്രെയിം എങ്ങനെ നമ്മളുടെ റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ ഫൈനാൻഷ്യൽ റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് പോസിബിൾ ആണ് വിത്ത് അഡ്വൈസ്. ഇപ്പൊ സാർ എങ്ങനെ ഒരു നല്ല സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യുക? പറഞ്ഞില്ലേ, ഫണ്ടമെന്റലി അത് നന്നായിരിക്കണം. പിന്നെ അത് ബൈയിങ് ടൈം ആണോ സെല്ലിംഗ് ടൈം ആണോ എന്നുള്ളത് ടെക്നിക്കലി നോക്കണം. ഇത് രണ്ടും നോക്കണം. അത് ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും അത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് സെർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട്, അതനുസരിച്ച് നോക്കണം. അപ്പൊ നമ്മളുടെ വീക്ഷണം എല്ലാവർക്കും ഒരേപോലെ ആണെന്നില്ല. നമ്മുടെ അതിന്റെ അറിവും കാര്യങ്ങളും അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങും എങ്ങനെയാണെന്ന് അനുസരിച്ചിരിക്കും അതിന്റെ റിസൾട്ട്. ഈ തുടക്ക കാലം തൊട്ട് ഇൻവെസ്റ്റ് ചെയ്താലും സാറിന് ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരി ഏതാ? എനിക്ക് വളരെ ഫോർച്യൂൺ എന്ന് പറയുന്നത് ഗുജറാത്ത് അംബുജ സിമെന്റ് ഉണ്ട്, JP. ഇപ്പം അത് വളരെ ഒരു നോട്ട് ഗുഡ്. ബട്ട് പണ്ടത്തെ സമയത്ത് JP ഒരു നല്ലൊരു അപ്രിഷിയേഷൻ തന്നു. അത് നല്ല ഷെയർ ആണെന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ശരിക്കും സാർ കുറച്ച് മുമ്പും പറഞ്ഞു, ഇന്ത്യൻ മാർക്കറ്റ് ശരിക്കും മാർക്കറ്റ് പൊട്ടൻഷ്യൽ പുറത്ത് വരാനിരിക്കുന്നത് ഇനിയാണ്. അതായത് ഇനി മാർക്കറ്റ് നല്ല ഗ്രോത്തിങ് സ്റ്റേജിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്. ഇപ്പൊ മാർക്കറ്റിലേക്ക് വരുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ റൈറ്റ് ടൈം ആണോ ഇപ്പൊ മാർക്കറ്റിലുള്ളത്? യെസ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എപ്പോഴും നല്ല ടൈമിലാണ്, അതിന് തർക്കമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും പല കൺഫ്യൂഷൻ പറയുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ശരിയാണോ, അതോ ഇനി ഒരു കറക്ഷൻ ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊരു സംശയം സ്വാഭാവികമായിട്ടും പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നവർക്ക് സ്വാഭാവികമായിട്ടുണ്ട്. ഈ ലൈഫ് ഇവന്റ്സ് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ഈ പിന്നെ ഇലക്ഷൻസ്, കലാമിറ്റീസ്, പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റീസ്, സ്റ്റോക്ക് മാർക്കറ്റ് കൊലാപ്സ്, ഇങ്ങനെയുള്ള വേരിയസ് ഇവന്റ്സ് വരും. പക്ഷെ എല്ലാ സമയത്തും ഇപ്പം സാധാരണ പറയുന്ന പോലെ എല്ലാവരും വിൽക്കുമ്പോൾ വേണം നമ്മൾ മേടിക്കാൻ, എല്ലാവരും വാങ്ങിക്കുമ്പോൾ വേണം നമ്മൾ വിൽക്കാൻ. ഒരു ജനറൽ പ്രിൻസിപ്പിൾ പറയുന്നത്. അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മുടെ വിഷയം അനുസരിച്ച് അതിന്റെ അനലിറ്റിക്കലായിട്ട് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാൻ. ഇനിയിപ്പോ തുടർന്ന് ഇലക്ഷൻ വരുന്നുണ്ട്. ഈ ഇലക്ഷൻ മാർക്കറ്റിനെ ഏത് രീതിയിൽ അഫക്ട് ചെയ്യാനാണ് സാറിന്റെ ഒരു അഫക്ട് ചെയ്യുമെന്നാണ് സാറിന്റെ ഒരു നിഗമനം? ഒരു നല്ല ഫീലിംഗ് ആണ് മാർക്കറ്റിനെ പറ്റിയും പൊളിറ്റിക്കൽ ഫോർകാസ്റ്റും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ ടെക്നിക്കൽ അനാലിസിസ് എപ്പോഴും ഒരു മുന്നോടിയാണ് മാർക്കറ്റ് എങ്ങനെ പോകുന്നുള്ളത്. അത് ഡെഫിനറ്റ്ലി അത് ഫോർകാസ്റ്റ് ചെയ്യാൻ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിന് ഒക്കും. ഏത് സെക്ടേഴ്സ് ആയിരിക്കാം നമുക്ക് ഇനിയിപ്പോ ഒരു അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഏറ്റവും കുറച്ച് വളർച്ചാ സാധ്യതയുള്ളത് ഇന്ത്യൻ മാർക്കറ്റിൽ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെ ഗ്രീൻ എനർജി, ഇതൊക്കെ വളരെ പ്രോമിസിങ് ഫീൽഡുകളാണ്. ഒരു ഇൻവെസ്റ്റർക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താ? പേഷ്യൻസ്. ഉണ്ടാവാൻ പാടില്ലാത്തൊരു സ്വഭാവം? സെന്റിമെന്റ്സ്. പ്രസ്സിൽ തന്നെ പല
ഡിഫറെന്റ് ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ വരും. ഉം. അത് നമ്മളുടെ ബൈയിങ് സെന്റിമെന്റ്സിനോ സെല്ലിങ് സെന്റിമെന്റ്സിനോ ഒക്കെ ബാധിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ പേഷ്യൻസ് ആയിട്ട് അനലൈസ് ചെയ്ത് അത് പിന്നെ ടെക്നിക്കലായിട്ട് ആ ഷെയർ പ്രൈസിന്റെ ട്രെൻഡൊക്കെ മനസ്സിലാക്കി ഇത് ചെയ്താൽ നമുക്കത് പ്രയോജനപ്പെടുത്താനും പ്രോഫിറ്റ് തന്നെ വരാനും സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സർ, വളരെയധികം നന്ദി അങ്ങയുടെ വിലയേറിയ നിമിഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന്, ഇത്രയേറെ ഉപകാരപ്പെടുന്ന അങ്ങയുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കിട്ടതിന് നന്ദി.